ഹലോ. അപ്പം നമ്മൾ യൂണിറ്റ് 4-ലെത്തിയിരിക്കുകയാണ്. യൂണിറ്റ് 4 ചാപ്റ്റർ 1 ലൈഫ് അറൗണ്ട് അസ്. നമ്മുടെ ചുറ്റുമുള്ള ജീവജാലങ്ങൾ, ജീവികൾ. A show of clouds. As I lie on my back looking up at the sky, I see a big white bear looking down at me. ആസ് ഐ ലൈ ഓൺ മൈ ബാക്ക് എന്ന് പറഞ്ഞാൽ, ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറം ഭാഗം, നമ്മുടെ ബാക്ക് ഭാഗത്തിനാണ് ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആസ് ഐ ലൈ ഓൺ മൈ ബാക്ക് എന്ന് പറഞ്ഞാലോ, നമ്മൾ എവിടെയെങ്കിലും ബെഡിലോ നിലത്തോ കിടന്ന് മേലേക്ക് നോക്കി കിടക്കുന്നതിനെയാണ് ലൈ ഓൺ മൈ ബാക്ക് എന്ന് പറയുന്നത്. ലുക്കിംഗ് അപ്പ് അറ്റ് ദ സ്കൈ, അങ്ങനെ കിടന്ന് കുട്ടി എവിടേക്കാ നോക്കുന്നേ? ആകാശത്തേക്ക്. സ്കൈ, ആകാശം. I see a big white bear. ആകാശത്തിലൊരു വൈറ്റ് ബെയർ ഉണ്ടോ? ആകാശത്തിൽ ബെയർ ജീവിക്കോ? നോ. അപ്പൊ എന്താ കുട്ടി കാണുന്നത്? അതെ, ക്ലൗഡ്സ് ആണല്ലേ, മേഘങ്ങൾ. മേഘങ്ങളെ നമുക്ക് പല രീതിയിലും പല ഷേപ്സിലും കാണാൻ പറ്റും. അപ്പോൾ കുട്ടി നോക്കുമ്പോൾ കാണുന്നത് എന്താ? വലിയൊരു ബെയർ പോലെയാണ്. ലുക്കിംഗ് ഡൗൺ അറ്റ് മീ. ഈ കുട്ടിയെ തന്നെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്നത് പോലെ തോന്നും. As I lie on my back looking at the sky, I see a ship sailing on a wide sea. വൈറ്റ് ബെയറിന് മാത്രല്ല, പിന്നെന്തൊക്കെയാ കുട്ടി കാണുന്നേ? As I lie on my back looking up at the sky, I see a ship sailing. വലിയ വെള്ളക്കടലിലൂടെ ഒരു ഷിപ്പ് സെയിൽ ചെയ്യുന്നത് പോലെ, ഒരു കപ്പല് പോകുന്നത് പോലെ തോന്നും. As I lie on my back, looking up at the sky, I see an elephant waving its trunk at me. ഈ പ്രാവശ്യം കുട്ടി കാണുന്നത് എന്താണ്? ബെയറും ഷിപ്പും ഒന്നുമല്ലാതെ ഒരു എലിഫന്റ്. കണ്ടോ? എലിഫന്റിന്റെ ഷേപ്പിലാണ് ഇപ്പൊ ക്ലൗഡിനെ കാണുന്നത്. എലിഫന്റ്, പിന്നെ ബെയർ, ഷിപ്പ്, അങ്ങനെ പല പല ഷേപ്പിലാണ് കുട്ടി ക്ലൗഡ്സിനെ ഇമാജിൻ ചെയ്യുന്നത്. As I lie on my back, looking up at the sky, oh, it's fun to me to see whatever I want to see. കുട്ടി എന്താ പറയുന്നേ? അങ്ങനെ നിലത്ത് കിടന്ന് ആകാശത്തേക്ക് നോക്കി ആകാശത്തുള്ള മേഘങ്ങള് പല പല രീതിയിൽ ഇമാജിൻ ചെയ്യാൻ ഫണ്ണാണല്ലേ? കുട്ടിക്ക് വളരെ ഇഷ്ടമായി. ഇറ്റ്സ് ഫൺ ടു മീ. നമുക്ക് എക്സസൈസിലേക്ക് പോവാം. സൈറ്റ് വേർഡ്സ് എല്ലാ ചാപ്റ്ററിലും പറയും പോലെ റിപ്പീറ്റഡ് ആയിട്ടും ഈസി ആയിട്ടുള്ള വേർഡ്സ് ആണ് സൈറ്റ് വേർഡ്സ്. ഫസ്റ്റ്, ആസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും റീസണോ അല്ലെങ്കിൽ ആസ് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ വേറെ എന്തെങ്കിലും സംഭവിക്കും, അങ്ങനെയൊക്കെ വരുന്ന കോണ്ടെക്സ്റ്റിലാണ് ആസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആസ് ദ സൺസെറ്റ് ഇറ്റ് ബിക്കം ഡാർക്ക്. സൺസെറ്റ് ചെയ്താൽ ഇറ്റ് ബിക്കംസ് ഡാർക്ക്. ആസ് ദ സൺസെറ്റ് ഇറ്റ് ബിക്കം ഡാർക്ക്. ഓക്കെ. ഇനി അപ്പ് എന്ന് പറഞ്ഞാൽ മുകളിൽ. ചിൽഡ്രൻ റൺ അപ്പ് ദ ഹിൽ. ഓക്കെ. അറ്റ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത്, ഒരു പെർട്ടിക്കുലർ പോയിന്റിലോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സമയത്തെയോ റെപ്രസെന്റ് ചെയ്യുന്നതാണ് അറ്റ്. അതേപോലെ മൈ, എൻ്റെ. ഐ വേവ് അറ്റ് മൈ ഫ്രണ്ട്സ്. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് വേവ് ചെയ്യാണ്. ഐ വേവ് അറ്റ് മൈ ഫ്രണ്ട്സ്. സ്കൈ, ആകാശം. ദ സ്കൈ ഹാസ് ടേൺഡ് ബ്ലാക്ക്. ബാക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞു ബാക്കിന് കുറേ മീനിങ്സ് ഉണ്ട്. ഓക്കെ, കുറേ മീനിങ്സ് ഉള്ള ഒരു വേർഡാണ് ബാക്ക്. ഈ ഒരു ചാപ്റ്ററിൽ ബാക്കിന്റെ മീനിങ് ബാക്ക് ഭാഗം, നമ്മുടെ ബോഡിയുടെ ബാക്ക് ഭാഗം, പുറം ഭാഗത്തിനാണ് ബാക്ക് എന്ന് പറയുന്നത്. ഐ ലീൻ ബാക്ക് ഓൺ ദ സോഫ. നമ്മൾ സോഫയിൽ കിടക്കുന്നതിനാണ് ഐ ലീൻ ബാക്ക് ഓൺ ദ സോഫ എന്ന് പറയുന്നത്. ന്യൂ വേർഡ്സ്. ഈ ചാപ്റ്ററിൽ തന്നിരിക്കുന്ന ന്യൂ വേർഡ്സ് ആണിത്. ഫസ്റ്റ് വേർഡ് ആണ് ലൈ. ലൈ എന്ന് പറഞ്ഞാൽ കിടക്കുക, ലൈ ഡൗൺ ചെയ്യാം. അടുത്തത് ബെയർ. ബെയറിന് എല്ലാവർക്കും അറിയാലോ, ബെയർ ഒരു ആനിമൽ ആണ്. സീ എന്ന് പറഞ്ഞാൽ കടലാണ്. സെയിലിംഗ്. സെയിലിംഗ് എന്ന് പറഞ്ഞാൽ മൂവിങ് ഓൺ വാട്ടർ ഇൻ എ ബോട്ട് വിത്ത് എ സെയിൽ. വേവിങ്, നമ്മൾ ടാറ്റയൊക്കെ കാണിക്കില്ലേ കൈ കൊണ്ട്, അതിനാണ് വേവിങ് എന്ന് പറയുന്നത്. അടുത്തത് സേ അലൗഡ്.
Sit outside your home or in an open space and watch the clouds go by. നിങ്ങളുടെ വീടിന്റെ പുറത്തോ എവിടെയെങ്കിലും ഇരുന്നിട്ട് ആകാശത്ത് ക്ലൗഡ്സ് മൂവ് ചെയ്യുന്നത് നോക്കുക. നെക്സ്റ്റ് ഡേ ടെൽ ദ ക്ലാസ് വാട്ട് യു സോ. ക്ലാസ്സിൽ പോയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ടീച്ചറിൻ്റെ അടുത്തും പറയണം നിങ്ങൾ എന്തൊക്കെ ഷേപ്സ് ആണ് ആകാശത്തിൽ കണ്ടതെന്ന്. പറയില്ലേ? സെക്കൻഡ് വൺ, what are the colors of clouds? Tick the colors that clouds can be. ആകാശത്തിൽ നേരിട്ട് നമ്മൾ കാണുന്ന ക്ലൗഡ്സിന് ഒറിജിനൽ ആയിട്ടുള്ള ക്ലൗഡ്സിനുള്ള കളേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ടിക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൈറ്റ്. വൈറ്റ് കളറിൽ ക്ലൗഡ്സ് ഉണ്ടാവാറുണ്ടോ? ഉണ്ട്. റെഡ് ക്ലൗഡ്സ് ഉണ്ടോ? നോ. ബ്ലാക്ക് ക്ലൗഡ്സ് ഉണ്ടോ? ഉണ്ടല്ലേ. നല്ല തണ്ടർ സ്റ്റോം ഒക്കെ വരാൻ വേണ്ടിയുള്ള ബ്ലാക്ക് കളർ ക്ലൗഡ് ഉണ്ട്. ഇനി ഗ്രേ, കുറച്ച് ബ്ലാക്കിന് ലൈറ്റ് ആയിട്ട് ഗ്രേ കളറുള്ള ക്ലൗഡ്സും ഉണ്ടാവാറുണ്ട്. ഗ്രീൻ, നോ. ബ്ലൂ, നമ്മൾ ചിത്രം വരയ്ക്കുമ്പോഴൊക്കെ ബ്ലൂ വരയ്ക്കാറുണ്ട്, പക്ഷെ ആക്ച്വലിൽ ബ്ലൂ ക്ലൗഡ്സ് ഇല്ല. ആൻസർ ദ ക്വസ്റ്റ്യൻ ആസ്ക്ഡ് ബൈ ദ ടീച്ചർ. ഇവിടെ ടീച്ചർ കുട്ടിയോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. കുട്ടി അതിന് ആൻസറും പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വേർഡ്സ് വിട്ടുപോയിട്ടുണ്ട്. നമുക്കത് ഫില്ല് ചെയ്യാൻ പറ്റുമോ നോക്കാം. ടീച്ചർ, when you look up in the sky, what do you see? നീ മേലേക്ക് ആകാശത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുക? എന്തായിരിക്കും? നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. When I look up, I see clouds and blue sky. മുകളിലേക്ക് നോക്കിയാൽ ബ്ലൂ സ്കൈയും പിന്നെ ക്ലൗഡ്സും കാണാൻ പറ്റും. പിന്നെ ടീച്ചർ ചോദിക്കുക, when you look down at the ground, what do you see? ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക്, താഴേക്ക്, നിലത്തേക്ക് നോക്കുകയാണ്. When I look down, I see, ഒരു എക്സാമ്പിൾ ആണ്, ഗ്രീൻ ഗ്രാസ് ആൻഡ് ഫ്ലവേഴ്സ്. താഴേക്ക് നോക്കുമ്പോൾ ഗ്രീൻ ഗ്രാസും പിന്നെ ഫ്ലവേഴ്സും ഒക്കെ കാണാം. ടീച്ചർ പിന്നെയും ചോദിക്കുക, when you close your eyes, what do you see? When I close my eyes, I see darkness. കണ്ണടച്ചു കഴിഞ്ഞാൽ ഡാർക്ക്നെസ് അല്ലേ. ഇനി ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കുറെ ഡ്രീംസ് ഒക്കെ കാണാൻ പറ്റും അല്ലേ. Answer the following questions. In the poem, what animal did the child see as he looked up at the clouds? The child could see a big white bear and an elephant. What do you see in the sky during the day? Write any 3 things you see. നിങ്ങൾ എന്തൊക്കെയാ കാണാറുള്ളത്? The sun, birds flying, clouds. ഇനി ക്ലൗഡ്സിന്റെ എന്തൊക്കെ ഷേപ്സ് ആണ് കാണാറുള്ളതെന്ന് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. ഓക്കെ. വാട്ട് ഡു യു സീ സ്കൈ അറ്റ് ദ നൈറ്റ്? രാത്രി ആകാശത്തേക്ക് നോക്കിയാൽ എന്തൊക്കെ കാണാൻ പറ്റും? ദ മൂൺ, സ്റ്റാർസ്. ഇനിയോ? ഇനിയും എന്തെങ്കിലുമൊക്കെ കാണാം അല്ലേ? അതൊക്കെ എഴുതാം. നമുക്ക് എയ്റോപ്ലെയിൻ പോകുന്നത് കാണാം, സാറ്റലൈറ്റ്സ് കാണാം, കോമറ്റ്സ് കാണാം. അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിലെഴുതാം. പിക്ചർ ടൈം. ഇത് നിങ്ങൾ ABCD മുതൽ ജോയിൻ ചെയ്ത് ഒരു പിക്ചർ ആക്കണം. നിങ്ങൾക്കൊക്കെ ഇത് കണ്ടാൽ തന്നെ അറിയാം എന്ന് എനിക്ക് അറിയാം. എന്നാലും അത് യോജിപ്പിച്ച് നല്ല ഭംഗിയുള്ള ഒരു പിക്ചർ ആക്കണം. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? എങ്ങനെയാ അത് ജോയിൻ ചെയ്യേണ്ടത്? കണ്ടോ, ഇവിടെ ടോപ്പിൽ A ഉണ്ട്. ABCD അങ്ങനെ ആൽഫബറ്റിക് ഓർഡറിൽ വേണം ജോയിൻ ചെയ്യാൻ. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ A ആൻഡ് സ്മോൾ ലെറ്റർ A, ക്യാപിറ്റൽ ലെറ്റർ B, സ്മോൾ ലെറ്റർ B. അപ്പൊ ആ ഓർഡറിൽ ചെയ്ത് നോക്കിയാൽ എങ്ങനെ കിട്ടും? ഒരു ഭംഗിയുള്ള ബട്ടർഫ്ലൈ കിട്ടും അല്ലേ? ഇത് നിങ്ങളുടെ ബുക്കിൽ ചെയ്യണം കേട്ടോ. Repeat after the teacher. The poem has the word back. Listen to your teacher and say the following words with your teacher. അപ്പോൾ ടീച്ചർ നിങ്ങളോട് പറയും, ഇത് ക്ലാസ്സിൽ വായിച്ചു തരും, ടീച്ചറുടെ കൂടെ നിങ്ങളും വായിക്കണം. നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ? ബാക്ക്, പാക്ക്, ലാക്ക്, ജാക്ക്, റാക്ക്, പിക്ക്, ടിക്ക്, ഫ്ലിക്ക്, തിക്ക്, പ്ലക്ക്, ഡക്ക്, മക്ക്, ട്രക്ക്. What sound is common in these words? CK. CK എല്ലാ വേർഡിലും കോമൺ ആണ്. അത് വരുമ്പോൾ എങ്ങനെയാ വായിക്കുന്നത്? ബാക്ക്, CK, അല്ലേ? നമ്മുടെ മുമ്പിലത്തെ ചാപ്റ്ററിലൊക്കെ നോക്കി CH, SH, അതേപോലെ CK വരുന്ന വേർഡ്സ് ബാക്ക് ആണ് പ്രൊനൗൺസ് ചെയ്യുക.
ഓക്കെ. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.